സൗ ബിനോയ് വിശ്വം അല്ലേ, സൗ കോടിയേരി ബാലകൃഷ്ണൻ, ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട ജയറാം, അദ്ദേഹം അവിടെ പോയിട്ട് ഞങ്ങൾ പത്രസമ്മേളനം നടത്തുമ്പോൾ അവിടെയും വന്നിട്ടാണ് പോയത്. എന്നെ രാവിലെ തന്നെ അറിയിച്ചിരുന്നു, ഹൈദരാബാദിലാണ് ഷൂട്ടിങ്, 12:30 ലാൻഡ് ചെയ്യുന്ന ഫ്ലൈറ്റിന് വരും, 4 മണിയുടെ ഫ്ലൈറ്റിന് തിരിച്ചു പോകണം. അപ്പൊ പത്രസമ്മേളനം ആയതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പോ ഈ സന്ദർഭത്തിലൊന്നും യാതൊരുവിധ പരാതിയും ആക്ഷേപവും ഈ മാതാവ് പറഞ്ഞിട്ടില്ല. പക്ഷേ ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ ബെന്നി ബെഹനാനും ഉൾപ്പെടെയുള്ളവർ അവിടെ ചെന്ന ശേഷം പരാതികളുണ്ടായി. ഇവര് പരാതികളെല്ലാം ഉന്നയിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണ്ടേ, പട്ടികജാതി ക്ഷേമ വകുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് അതിലെ ഓഫീസർ ഇരിക്കുന്നത്. ഓപ്പണി ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷക്കാലം ആരാ ഭരിച്ചത്? ശ്രീ റജി തുപ്പലായിരുന്നു അതിന്റെ പ്രസിഡന്റ്. ആ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ശ്രീ പോളൂപ്പായിരുന്നു ആ ഡിവിഷനിലെ മെമ്പർ. ജില്ലാ പഞ്ചായത്ത് മെമ്പർ കോൺഗ്രസിന്റെ ശ്രീമതി ചിന്നമ്മ വർഗീസ് ആയിരുന്നു. പഞ്ചായത്ത് മെമ്പർ KK മാത്തുകുഞ്ഞി കിളിയായ, ഇവരെല്ലാം കോൺഗ്രസുകാരായിരുന്നു. ഇനി ഈ സ്ത്രീക്ക് പട്ടികജാതി ക്ഷേമ വകുപ്പ് മാത്രമല്ലല്ലോ, ICDS-കാർ ഇവിടെ എത്രയോ ഇപ്പോഴത്തെ മുൻപത്തെയും ജനപ്രതിനിധികൾ നിൽക്കുന്നു. കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്ക്, പ്രായം ചെന്ന അമ്മമാർക്ക്, മുലയൂട്ടുന്ന അമ്മമാർക്ക് ICDS വഴിയാണ് ആനുകൂല്യങ്ങൾ ഇല്ലേ സഹായങ്ങൾ കൊടുക്കുന്നത്. ആ സഹായങ്ങൾ നൽകേണ്ട ഓഫീസ് ഇതേ വാർഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. തൊട്ടപ്പുറത്ത് ഇരവിച്ചിറയിൽ ഈ പറയുന്ന ICDS-ഉം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ BDO-യുടെ ഒക്കെ കീഴിൽ പ്രവർത്തിക്കുന്ന സംവിധാനമല്ലേ പട്ടികജാതി ക്ഷേമ വകുപ്പോ ICDS-ഓ? എന്തുകൊണ്ടാണ് ഈ മാതാവിനെയും മകളെയും സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കാതിരുന്നത്? ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോ ഇവർക്ക് വീട് കൊടുത്തതിന്റെ പ്രശ്നം, അല്ലെങ്കിൽ ഇവർ ഒറ്റമുറി വീട്ടിൽ താമസിച്ചതിന്റെ പ്രശ്നം, ടോയ്ലറ്റ് സൗകര്യമില്ലാത്തതിന്റെ പ്രശ്നം, ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ അറിയണം, പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്ടിന് 750 കിലോമീറ്റർ നീളമുള്ള ഈ ജില്ലയിലെ സുപ്രധാന ജലധമനിയാണ്. എല്ലാം വലിയ കനാലുകളല്ല, ഫീൽഡ് ചാനലുകളുമുണ്ട്. അതിൽ 200 കിലോമീറ്റർ വലിയ കനാൽ ഉണ്ട്. ആ കനാൽ പുറമേക്കിൽ 800 വീടുകളുണ്ട്, കെട്ടിടങ്ങളും വീടുകളുമായിട്ട്. ആ 800 വീടുകൾ പൊളിച്ചു മാറ്റാൻ പെരിയാർ വാലി അധികൃതർ, ഞാൻ MLA ആയ 2001 മുതൽ വാഴക്കുളത്ത് കുറെ പൊളിച്ചു നേരത്തെ, അവിടുത്തെ MLA ഉൾപ്പെടെ ബന്ധപ്പെട്ട്. കാരണം ഈ താമസക്കാർ അവരുടെ മാലിന്യങ്ങൾ മുഴുവൻ കനാലിലേക്ക് നിക്ഷേപിക്കും. കനാൽ മണ്ണിൽ നടത്തുന്ന കൃഷി, അതിന്റെ അവശിഷ്ടങ്ങൾ, വാഴ നട്ടാൽ വാഴ വെട്ടി കൊലയെടുത്തിട്ട് വാഴത്തട കനാലിലേക്ക് തള്ളും, മറ്റു മാലിന്യങ്ങൾ അവിടെ നിക്ഷേപിക്കും. അതുകൊണ്ട് ഇതെല്ലാം പൊളിച്ചു മാറ്റണമെന്നാണ് പെരിയാർ വാലി അധികൃതരുടെ നിലപാട്. ഞങ്ങൾ അനുവദിച്ചില്ല. താലൂക്ക് വികസന സമിതിയിൽ, DDC-യിൽ ഇതെല്ലാം ഞാൻ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും NC എല്ലാം ആ താലൂക്ക് വികസന സമിതിയിലെ അംഗങ്ങളാണ്. അപ്പൊ അങ്ങനെ പുറമ്പോക്കിൽ നിന്ന് ഇവരെ പുനരധിവസിപ്പിക്കുവാൻ പദ്ധതിയില്ലാതെ ഒഴിപ്പിക്കരുത് എന്ന നിലപാട് സ്വീകരിച്ച ആളുകളാണ് ഞങ്ങൾ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ശ്രീ ഉമ്മൻചാണ്ടി വന്നു പോയ ശേഷം സാജു പോളിനെതിരെ പിന്നീട് ശ്രീ ഇന്നസെന്റ് MP-യും അതുപോലെ തന്നെ നമ്മുടെ VS-ഉം ചെന്നു കഴിഞ്ഞപ്പോൾ വലിയ പരാതി. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാ ആ പരാതി ശ്രീ ഉമ്മൻചാണ്ടിയോട് പറയാറുള്ളത്? അത് പറയേണ്ടത് എനിക്കെതിരായ പരാതി രാഷ്ട്രീയമായി ആദ്യം പറയേണ്ടത് ശ്രീ ഉമ്മൻചാണ്ടിയോടല്ലേ. എനിക്കെതിരെ അങ്ങനെ ഒരു പരാതി പറഞ്ഞുവന്ന് എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പറയാതിരുന്നത്? ഉമ്മൻചാണ്ടിക്ക് പറയാലോ, ഇവിടുത്തെ MLA അയാൾ കുഴപ്പക്കാരനാണ്, സഹായിച്ചില്ല എന്ന് ആ മാതാവ് എന്നോട് പറഞ്ഞു എന്ന് ഒരു വാക്ക് ഉമ്മൻചാണ്ടിക്ക് പറയാറുണ്ടല്ലോ. സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ ഇത്തരമൊരു ദുരന്ത സ്ഥലത്ത് ഒരു മുഖ്യമന്ത്രി വരുമ്പോൾ സ്ഥലം MLA അറിയിക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ മര്യാദയല്ലേ? ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി വരുമ്പോൾ എന്നെ കൂടി അറിയിക്കുക എന്നുള്ള ഒരു സാമാന്യ മര്യാദയല്ലേ? ഞാൻ എവിടെയെങ്കിലും ഇത്തരം സ്ഥലങ്ങളിൽ, ഇപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ്, വേഗൂർ പഞ്ചായത്തിന്റെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഞങ്ങൾ പോയി. ഞങ്ങൾ സന്ദർശനം നടത്തിയത് ഞങ്ങൾ മാത്രമായിരുന്നില്ല, പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾ സന്ദർശിച്ച ആ കൂട്ടത്തിൽ വേഗൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മറ്റു ജനപ്രതിനിധികളും, അവർ LDF ആണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ഗോപാലകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ബേസിൽ പോള്, ബ്ലോക്ക്
ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ പോളുത്തുപ്പ്, അതുപോലെ ശ്രീ TG പോലോസ്, വേങ്ങൂരത്തെ പ്രതിപക്ഷ നിരയിലെ പ്രധാന നേതാവ്, ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോയത്. എന്തുകൊണ്ടാണ് ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയും പെരുമ്പാവൂരിൽ വന്ന് ഈ ആശുപത്രി സന്ദർശിക്കുന്ന സമയത്ത് ഈ കൊലപാതക വിവരം അറിഞ്ഞ് ഏറ്റവും ആദ്യം ഞാൻ അവിടെ ചെന്നയാളാണല്ലോ. ഒരു വാക്ക് എന്നോട് പറഞ്ഞു, എന്നെ കൂടി അത് അവരുടെ ഒപ്പം ചെല്ലാൻ അനുവദിച്ചോ? അങ്ങനെ ചെന്നിരുന്നെങ്കിൽ ഇവർക്ക് പരാതി ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രിക്ക് കേൾക്കാമായിരുന്നല്ലോ. അപ്പോ ഇവർ വന്നുപോയ ശേഷം എങ്ങനെയാണ് ഈ പരാതി ഉയർന്നു വന്നത്? സഖാവ് രാജീവിനോട് പറഞ്ഞില്ലല്ലോ, ഒരക്ഷരം മര്യാദയില്ലല്ലോ. എത്രയോ പേർ ചെന്നു. സാജു പോളിനെ കുറിച്ച് ഒരാക്ഷേപം പോലും ഈ മാതാവ് അവിടെ ഉന്നയിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഏതൊരാൾക്കും ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ മൃതശരീരം കാണുന്നതാണ്. നമ്മുടെ മാതാപിതാക്കൾക്കായാലും അവരുടെ മക്കളുടെ മൃതശരീരം കാണുക എന്നുള്ളത് ഒരു മാതാവിനും ഒരു പിതാവിനും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെയുള്ള അവസരത്തിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് പൈശാചികമായി കൊല ചെയ്ത പിച്ചു ചീല്ലപ്പെട്ട ഒരു പെൺകുട്ടി, സ്വന്തം മകൾ, ആ മകളുടെ മൃതശരീരം കണ്ട ഒരു മാതാവിന്റെ മാനസികാവസ്ഥ അത് നാം ഉൾക്കൊള്ളണം. ആ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് ആ മാതാവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതൊരിക്കലും ആ മാതാവ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചില ദൃശ്യമാധ്യമങ്ങളിലല്ല, സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം ആ വാചകങ്ങൾ വന്നു. ആ വാചകങ്ങൾ എന്താണ്? സാജു പോൾ കള്ളനാണെന്നാണ് പറഞ്ഞ ഒരു വാചകം. ഒരു മാതാവ് സ്വന്തം പുത്രനെ എടാ കള്ള എന്ന് വിളിച്ചാൽ അതെങ്ങനെയാണോ സ്വീകരിക്കേണ്ടത്, അതേ രീതിയിൽ മാത്രമേ ഞാൻ ആ വാക്കുകളെ കാണുന്നുള്ളൂ. അവനെ എനിക്ക് കൊല്ലണം എന്ന് ആ മാതാവ് പറഞ്ഞു. അത് കൊലപാതകയായ പിടിക്കപ്പെടേണ്ട പ്രതിയെയാണോ സാജു പോളിനെയാണോ എന്നെനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഞാൻ പറയുന്നു, അവരെന്നെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഒരു മകനോട് നിന്നെ ഞാൻ കൊല്ലുമെന്ന് സ്നേഹവാത്സല്യങ്ങളോടുകൂടി ഒരു മാതാവ് പറഞ്ഞതായി മാത്രമേ ഞാൻ അതിനെ കണക്കാക്കുന്നുള്ളൂ. ആ മാതാവിന്റെ മാനസികാവസ്ഥ വെച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് 3 പെൺമക്കളാണ്. എന്റെ പെൺമക്കളെയും എന്റെ ഭാര്യയെയും വേഗൂരിലെ കൈപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ ഒറ്റപ്പെട്ട 100-300 മീറ്ററുകൾക്കുള്ളിൽ ഒരയൽവക്കം പോലും ഇല്ലാത്ത ഒരു കുന്നിൻചെരുവിൽ പെരിയാർ വാലി കനാലിന്റെ ഓരം ചേർന്ന് 70 കൊല്ലം പഴക്കമുള്ള ഒരു വീട്ടിലാണ് സാജു പോൾ താമസിക്കുന്നത്. എനിക്കുമുണ്ട് 3 പെൺമക്കൾ. അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായാൽ എനിക്ക് സഹിക്കാൻ കഴിയുമോ? അതുപോലെയാണ് ആ മാതാവിന്റെയും മാനസികാവസ്ഥ. അത് മനസ്സിലാക്കാതെ സാജു പോൾ കള്ളനാണെന്നും അവനെ കൊല്ലേണ്ടതാണെന്നും ഒരു മാതാവ് വിളിച്ചു പറഞ്ഞത് സാമൂഹിക മാധ്യമങ്ങളിൽ ആഘോഷിക്കുന്ന ആളുകൾ, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്ന അവരോട് എനിക്കൊന്നും ഉരിയാടാനില്ല, ഒന്നും പറയാനില്ല. നിങ്ങൾ മനുഷ്യരാണോ? നിങ്ങൾ ഹൃദയമുള്ളവരാണോ? നിങ്ങൾ മനസാക്ഷിയുള്ളവരാണോ എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഈ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് ഏറ്റവും ആദ്യം പറഞ്ഞത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ആ ഉമ്മൻചാണ്ടിയോട് ഞാൻ ചോദിക്കുന്നു, ഇതാരാണ് രാഷ്ട്രീയവൽക്കരിച്ചത്? ആരാണ് ഈ മാതാവിനെ കൊണ്ടിങ്ങനെ പറയിപ്പിച്ചത്? അതിനെ പ്രേരിപ്പിച്ചത് ആരാണ്? അങ്ങ് ഉത്തരം പറയണം. അങ്ങ് വന്നുപോയതിനു ശേഷമാണ് ഈ മാതാവ് ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ സമരം പ്രഖ്യാപിച്ചു. ആ സമരത്തിൽ നിശ്ചയമായും ഈ പെരുമ്പാവൂരിൽ കഴിഞ്ഞ 30 വർഷക്കാലമായി നിങ്ങളുടെ സുഖദുഃഖങ്ങളിൽ ഭാഗമാക്കായി ഇതുപോലെയുള്ള ഇതിന് സമാനമായ നിരവധി ദുരന്തമുഖങ്ങളിൽ, നിരവധി മരണവീടുകളിൽ, നിരവധി അപകടഘട്ടങ്ങളിൽ, നിരവധി ആത്മഹത്യകളിൽ ഈ നാട്ടിലുണ്ടായിട്ടുള്ള ഈ അടുത്ത കാലത്തും ഞാൻ പൊതുപ്രവർത്തനം ആരംഭിച്ച കാലത്തും പെരുമ്പാവൂരിൽ നടന്നിട്ടുള്ള അത്തരം ഓരോ ദുരന്തങ്ങളും, ഓരോ ദുഃഖകരമായ സംഭവങ്ങളും, വാഹനാപകടങ്ങളാകട്ടെ, മറ്റ് പ്രകൃതി ക്ഷോഭങ്ങളാകട്ടെ, പ്രകൃതി ദുരന്തങ്ങളാകട്ടെ, അവിടെയെല്ലാം ഏറ്റവും ആദ്യം ഓടിയെത്തിയിട്ടുള്ള ആളാണ് സാജു പോൾ. പെരുമ്പാവൂർ സെന്റ് ജോർജ് പള്ളിയിലെ വികാരിയച്ഛൻ അഗസ്റ്റിനച്ഛൻ ആ പെരിയാറ്റിൽ മുങ്ങിത്താണ വിവരം പോലും പെരുമ്പാവൂരിലെ മാധ്യമ പ്രവർത്തകരെ, ആ സഭാമേലധ്യക്ഷന്മാരെ, ആ ഇടവകക്കാരെ ആദ്യം അറിയിച്ചയാൾ സാജു പോളാണ്. ആദ്യം ആ ദുരന്തമുഖത്ത് ചെന്നു നിന്നയാൾ സാജു പോളാണ്. അപകടത്തിൽപ്പെട്ട കുട്ടിയുടെയും ബഹുമാനപ്പെട്ട അച്ഛന്റെയും മൃതശരീരങ്ങൾ ആ നദിയുടെ ആഴക്കരകളിൽ നിന്ന് മുങ്ങിയെടുത്ത് കരയിലേക്ക് എത്തിക്കുന്നത് കാണാൻ വിധിക്കപ്പെട്ട ആ ദുര്യോഗമുണ്ടായ ഒരു മനുഷ്യനാണ് ഞാൻ. അങ്ങനെ എത്രയോ സംഭവങ്ങൾ എനിക്കിവിടെ സൂചിപ്പിക്കാൻ കഴിയും. അങ്ങനെയുള്ള എന്നെ കുറിച്ച് നട്ടാൽ കുറിക്കാത്ത പ്രചാരവേലകൾ, ഏറ്റവും ദുഃഖാർത്ഥയായ ഒരു മാതാവിന്റെ
അവരുടെ അലറിക്കലർച്ച് കരച്ചിലിനിടയിൽ അവർ പറഞ്ഞ ഏതാനും വാക്കുകൾ അടർത്തിയെടുത്ത് എനിക്ക് മനസ്സാവാത അറിയാത്ത കാര്യങ്ങൾ, എനിക്ക് ബന്ധമില്ലാത്ത കാര്യങ്ങൾ, എന്നോട് പറയാത്ത സംഗതികൾ, അതിന്റെ പേരിൽ കുറ്റമാരോപിക്കുന്നതിന്റെ പേരിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ഈ നാട്ടുകാർക്ക് സാജു പോളിനോട് ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷമുണ്ടെങ്കിൽ അത് മെയ് 16-ാം തീയതി നിങ്ങൾ പ്രകടിപ്പിക്കൂ. അല്ലെങ്കിൽ സാജു പോളിന്റെ ആത്മാർത്ഥതയിൽ ഈ നാട്ടുകാർക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതിനനുസൃതമായി നിങ്ങൾ പ്രതികരിക്കൂ, നിങ്ങളുടെ വിധിയെഴുത്ത് നടത്തൂ, നിങ്ങൾ വിലയിരുത്തൂ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം പ്രിയപ്പെട്ട ജിഷാമോളുടെ ആ കൊടുംകുറ്റവാളിയായ ഘാതകനെ അല്ലെങ്കിൽ ഘാതകരെ കണ്ടെത്തുന്നത് വരെ ഈ പെരുമ്പാവൂരിന്റെ മണ്ണിൽ തുടരുക തന്നെ ചെയ്യും. അവരെ അറസ്റ്റ് ചെയ്യാതെ, നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാതെ, മാതൃകാപരമായി ശിക്ഷിക്കാതെ, പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാതെ ഈ കേരളത്തിലെ ഭരണാധികാരികളിൽ ഒരാൾക്കും സ്വൈര്യമായി ഉറങ്ങാൻ കഴിയില്ല, തെരുവിലിറങ്ങി നടക്കാൻ കഴിയില്ല എന്ന് ആത്മാർത്ഥമായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട ജിഷാമോളുടെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരു പിടി കമലാച്ചിരികൾ അർപ്പിച്ചുകൊണ്ട് ആ മാതാവിന്റെ ഹൃദയം നെരിപ്പോട്, ആ മാതാവിന്റെ വേദനിക്കുന്ന ഹൃദയം എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എന്റെ നാട്ടുകാരെ, പ്രിയമുള്ളവരെ എല്ലാവരെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സഹാക്കളെ, ഈ സമരം തീരുന്ന മുറയ്ക്ക്